വേദി 5-ൽ നാടക മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നാടക മത്സരം കാണാമെന്ന കാണികൾ സ്റ്റേജിന്റെ പുറകുവശത്തേക്കായി വരിക. കാരണം കർട്ടൻ കെട്ടിയത് സ്റ്റേജിന്റെ പിന്നിലായി പോയി. വേദി 1-ൽ ഭരതനാട്യം പുരോഗമിക്കുന്നു. ചെസ് നമ്പർ 17. മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ വേദിക്ക് പിന്നിൽ ജഡ്ജസും പേരൻസുമായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതായത് കേൾക്കാൻ സാധിച്ചത്. വേദി 3-ൽ പ്രച്ഛന്ന വേഷം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ വേദിക്കരികിലായി എത്തുക. ഒരു പ്രച്ഛന്ന വേഷത്തിലെ കുട്ടി വരുന്നുണ്ട്. എപ്പോ തുടങ്ങും? ചെന്നിട്ട് വേണം തുടങ്ങാൻ. ചെന്നിട്ടാണോ തുടങ്ങാൻ? എത്ര ദിവസം കൊണ്ട് മോൻ ഇവിടെ ഉണ്ട്? ഞാൻ 2-3 ദിവസമായിട്ട് ഈ വേഷത്തിലല്ലേ. ആണോ? 3 ദിവസമായി തന്റെ പ്രച്ഛന്ന വേഷം എന്ന കളിയോട് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു കുട്ടി. പ്രച്ഛന്ന വേഷോ? പിന്നെ ഇത് പ്രച്ഛന്ന വേഷ മത്സരത്തിനുള്ള വേഷമല്ലേ? ഞാൻ പാചകക്കാരനാണ്. ഒറ്റനോട്ടത്തിൽ നോക്കിയപ്പോഴേ കലാകാരനാണെന്ന് കരുതി. ഞാൻ അതാ പറഞ്ഞ 2-3 ദിവസമായിട്ട് ഈ വേഷത്തിൽ നിൽക്കുവാന്ന്. നീ പോയിട്ട് വേണം കരിങ്ങാലി വെള്ളം തിളപ്പിക്കാൻ. ആണോ? പിന്നെ താൻ അവിടെ ഇത്ര ധൃതിയിൽ പോകുന്നേ? ഞാന് പാചകം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ അടുപ്പിൽ വിറകില്ല. പിന്നെ നമ്മുടെ സ്റ്റേജിന്റെ സൈഡിലായി പോയി നോക്കിയപ്പോ ഒരു കെട്ട് വിറകിരിക്കുന്നു. അത് എടുത്തോണ്ടിങ്ങ് പോന്നു. വേദി 2-ൽ നിന്നും കോൽ കളിക്കാരുടെ ഒരു കെട്ട് കോൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് കിട്ടുന്നവർ സേവ് ചെയ്ത് തിരിച്ചേൽപ്പിക്കുക. ആണോ? അപ്പൊ തിരിച്ചു കൊടുക്കണ? പിന്നെ കൊടുക്കണ്ടേ? അപ്പൊ ഇന്ന് ഉച്ചക്ക് കരിങ്ങാലി വെള്ളമില്ല. അയ്യോ, എന്റെ അവിയല് കരിഞ്ഞു കാണും. ചെന്നിട്ട് ഫ്രൈ എന്ന് പറഞ്ഞു കൊടുക്കാം. നടക്കൂല, 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 നടക്കൂല. പരിപാടി ഇവിടെ നടക്കൂല. എനിക്ക് ഫസ്റ്റ് പ്രൈസ് തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ തന്നെ സി ഗ്രേഡ്. ആർക്ക് വേണം നിങ്ങളുടെ സി ഗ്രേഡ്? ഞാനൊരു പാവ കലാകാരി ആയതുകൊണ്ടല്ലേ എന്നോട് എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എനിക്ക് ഫസ്റ്റ് പ്രൈസ് തരാതെ ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല, നടക്കില്ല, നടക്കില്ല. മോണാക്ടിന്റെ വേദിയിൽ ഉഗ്രം പ്രകടനം കാഴ്ചവെച്ച ഒരു കുട്ടി എന്താണ് നടന്നത് പറയൂ. അയ്യോ, മോണാക്ട് അല്ല, ഞാൻ എന്റെ സങ്കടം പറഞ്ഞതാ. കേട്ടപ്പോ മോണാക്ടായിട്ടാണ് തോന്നിയത്. അല്ല, മോണാക്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് മോണാക്ടിന്റെ പ്രൈസ് എന്തെന്ന് വെച്ചപ്പോ ജഡ്ജസ് മോണ കാട്ടി ചിരിക്കുന്നു. കൊടുക്കാനാ തോന്നിയത്. പിന്നെ എന്തിനാ മോളെ ഈ വേഷം ഇട്ട് നിൽക്കുന്നേ? എനിക്ക് ഭരതനാട്യം കളിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. അതൊന്നും ഇതിന്റെ കാലിൽ പിടിച്ച് കെട്ടി വെച്ചിരുന്നു. ആണി കാരണം എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇന്നത്തെ തലമുറയിൽ കൊച്ചു കുട്ടികൾക്ക് പോലും കാലിൽ ആണി രോഗം. എന്താണ് ഈ തലമുറ? എന്താണ് ഇങ്ങനെ? കുട്ടി ആശുപത്രി കൊണ്ടുപോയി കാണിച്ചിട്ട് കളിച്ചാ പോരായിരുന്നു. അയ്യോ, കാലിൽ ആണിയല്ല, സ്റ്റേജിൽ മൊത്തം ആണിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാ. അതിനെന്തിനു വീട്ടിൽ പോണു? എന്റെ അച്ഛനെ നല്ല 1-ാം തരം തട്ടുപണിക്കാരനാ. ഈ ആണി വരുന്ന ചുറ്റിയാലുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഞാൻ ഇവിടുത്തെ സകല ആണി വരും. എന്നിട്ട് ഞാൻ ഇവിടെ ഡാൻസ് കളിക്കും. അപ്പൊ അറിയാമല്ലോ ആർക്കാ ഫസ്റ്റ് കിട്ടുന്നേന്ന്. അല്ല മോളെ, എന്താണ് നടന്നോന്നൊന്ന് വ്യക്തമായിട്ട് നമ്മുടെ മീഡിയ ചാനലിനോടൊന്ന് പറയാമോ? എന്തൊരു അനീതിയാണിത്! എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. രാപ്പകലില്ലാതെ നൃത്തം അഭ്യസിച്ച പാവം ഞങ്ങൾക്ക് സി ഗ്രേഡ്. മുദ്ര തെറ്റിച്ചേത വലിയോന്റെ മക്കൾക്ക് മോഹിനിയാട്ടത്തിന് ഗ്രേഡ്. നിങ്ങൾ ഈ വിധികർത്താക്കൾക്ക് നീതി കൊടുക്കരുതേ, നീതി കൊടുക്കരുതേ, നീതി കൊടുക്കേ ചെയ്യരുതേ. അപ്പൊ ഇതാണല്ലേ സംഭവിച്ചത്. കുച്ചിപ്പുടി നൃത്തം വേദി 4-ൽ ആരംഭിക്കുകയാണ്. മത്സരാർത്ഥികൾ ചെസ് നമ്പർ 8 വാങ്ങുക. എനിക്ക് ഇതിനെങ്കിലും ഫസ്റ്റ് വാങ്ങിക്കണം. അപ്പൊ അതിനുണ്ടോ? ഇത് കണ്ട മന്ത കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് ഒരു പ്ലേറ്റ് മന്താണ്. അതല്ല, ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഇതൊക്കെ കൊണ്ട് അടുക്കള കൊണ്ടുവച്ചോളൂ. എന്തിനാ സ്റ്റേജിന്റെ സൈഡിൽ കൊണ്ടുവെക്കുന്നത്? എനിക്ക് ഇതിനൊക്കെ കണക്കുള്ളതാണ്. കുച്ചിപ്പുടി മത്സരത്തിൽ വേദിയിൽ നിന്നും തളികയും മൊന്തയും കാണാതായിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ തിരിച്ചേൽപ്പിക്കുന്നതാണ്. ഇത് തന്റെ പ്ലേറ്റും മൊന്തയും അല്ല, കുച്ചിപ്പുടിക്കുള്ള തളികയും മൊന്തയും ആണോ? താനൊന്ന് പിടിച്ചേ.
ആരേലും വന്ന് ചോദിച്ചാ ഞാൻ ഇനി ഓട്ടിക്കത്തില്ല മാമാന്ന് നീ അങ്ങ് പറഞ്ഞാ മതി. പാവാട നല്ല പാവാട, കളറുള്ള നല്ല പാവാട, പുത്തൻ പാവാട, നല്ല കിണ്ണാച്ചി പാവാട, പുത്തൻ പാവാട, നല്ല കിണ്ണാച്ചി പാവാട. പാവാട നല്ല പാവാട, കളറുള്ള നല്ല പാവാട, പുത്തൻ പാവാട, നല്ല കിടുക്ക് പാവാട, പുത്തൻ പാവാട, നല്ല കിടുക്ക് പാവാട. എന്നോടിത് ചെയ്യരുത്, എന്നോടിത് ചെയ്യരുതായിരുന്നു. അയ്യോ, നാടകത്തിന് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് കിട്ടി കുട്ടിയാണെന്ന് തോന്നുന്നു കിടന്ന് കരയുന്നത്. എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ല. ഓ, അതുകൊണ്ടാണ് കരയുന്നത്. കുഴപ്പമില്ല, പോട്ട് പോട്ട്, കുഴപ്പമില്ല. എനിക്കത് കിട്ടിയില്ല, കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് കിടന്ന് മോങ്ങണേ? ഞാൻ ഇവിടെ 5-6 പരിപാടിക്ക് പങ്കെടുത്തു, എനിക്ക് ഒന്നിനും സമ്മാനം കിട്ടിയില്ല. അതുകൊണ്ടാണ് കിടന്ന് കരയുന്നത്. നമുക്ക് അടുത്ത വട്ടം പിടിക്കാം, പേടിക്കണ്ട. അതുകൊണ്ടല്ല, പിന്നെ എന്റെ ആഹാരത്തിന്റെ കൂപ്പൺ ഏതോ മഹാഭാവി അടിച്ചോണ്ട് പോയി. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം കേക്കണം, ഞാൻ സദ്യാനത്തില് ചോറുണ്ടാൻ പോയപ്പോഴേ എന്നോട് ഒരു കൂപ്പണിൽ അത് കേറ്റത്തില്ല. അയ്യോ പാവം, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഏയ്, നിനക്ക് കൂപ്പില്ലാന്ന് പറഞ്ഞ് ചുമ്മാ എന്നെ നോക്കി കൊഞ്ചിനെ കുത്തരുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം, ചിലപ്പോ അവൻ മൊത്തത്തോടെ തിന്നും. ഇത് ലൈവാണോ? അതെ, ലൈവാ. മൈക്കങ്ങ് മാറ്റിയേക്ക, ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ട് നക്കും. അയ്യോ, പ്രിയമുള്ളവരെ, ഞാൻ 8B പഠിക്കുന്ന പെരുമ്പാവൂർ തേജസ്. എന്റെ ആഹാരത്തിന്റെ കൂപ്പൺ ഏതോ മഹാഭാവി അടിച്ചോണ്ട് പോയി. ഒരു കാലത്ത് കൂടെ പിടിക്കത്തില്ല. എനിക്ക് ആ കൂപ്പണം കൊണ്ട് തരുമോ? മോനെ വാ മോനെ, വേണ്ട. കൂപ്പൺ സദ്യാലയത്തിൽ ഇന്ന് ഊണിനൊപ്പം ചിക്കൻ ഫ്രൈയും മട്ടൻ ചോപ്സും കൊടുക്കുന്നതാണ്. കൂപ്പണുമായി എല്ലാവരും ക്യൂ പാലിച്ചു നിൽക്കുക. ചിക്കൻ ഫ്രൈ, എന്റെ കൂപ്പൺ കൊണ്ട് തരാം മഹാഭാവി. നിനക്ക് ബന്ധുവാണ് ആഹാരം പോയി. കൂപ്പൺ ഇന്നാ പിടി, 100 രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ വാങ്ങി കഴിച്ചു. 100 രൂപ? ആ, 10 പൊറോട്ടയ്ക്ക് പോലും തികയില്ലല്ലോ. ദാ, നിന്നെ അടിക്കാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരടി കർണം നോക്കി തരുമായിരുന്നു. വെറുതെ തടിയാടാക്കണ്ടെന്ന് പറഞ്ഞാണ്. ആരുടെ? എന്റെ. ഒപ്പനയ്ക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരുന്ന ജഡ്ജസ് പേരൻസിനെ പേടിച്ച് ഓടിയിരിക്കുകയാണ്. കണ്ടുകിട്ടുന്നവർ പിടിച്ച് കസേരയിൽ കൊണ്ടിരുത്തുക. ഇതാ വരുന്നേ, ഇതാ പോകുന്നേ, ഇതാ വരുന്നേ, ഇതാ പോകുന്നേ. എന്താ പോകുന്നില്ല? അയ്യോ, സ്റ്റൈലാ. ഇതാ വരുന്നേ, ഇതാ പോകുന്നേ, ഇതാ വരുന്നേ. ഇതെന്റെ അച്ഛനാ, ഒപ്പന കാണാൻ ഒപ്പം വന്നതാ. അയ്യോ, അച്ഛൻ എനിക്കറിയാം. കുട്ടിയാരാ? എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ലൈവ് നടക്കുന്നുണ്ട്. ഇവിടെ ലൈവ് നടക്കുന്നുണ്ടോ? അതെ അതെ, ഇത് ലൈവ് നടക്കുന്ന സ്ഥലവാ. അതിനിപ്പോ എന്താ? ചെറുപ്പകാലം തൊട്ട് എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ ഭയങ്കര ത്രില്ലാണ്. എനിക്കൊരു സിനിമ നടി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ക്യാമറ കണ്ട ഞാൻ അപ്പോൾ അഭിനയിക്കും. ഇതൊന്നും അല്ല ഇവിടെ അഭിനയം. ഞാൻ അടുക്കളയിൽ കയറി വല്ലതും വെച്ചുണ്ടാക്കി തരാൻ പറഞ്ഞ അവിടെ ഒരു മോണാക്സിന്റെ കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട്. എന്നോട് അടുക്കളയിൽ കേറാൻ പറയരുതേ, എനിക്ക് തലവേദന എടുക്കും. എന്നോട് അടിച്ചു വാരാൻ പറയരുതേ, എനിക്ക് ഊരവേദന എടുക്കും. എന്നോട് അലക്കാൻ പറയരുതേ, എനിക്ക് വിരൽ വേദന. പക്ഷെ ഞാൻ വല്ലതും വെച്ചുണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു കൊടുത്ത ടാബ്ലോ കണക്കിന് അനങ്ങാതിരുന്ന് കഴിക്കും. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ് എന്തൊക്കെ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ വിജയിച്ചത്. ഇത് നീ ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇവളുടെ കഴിവില്ലായ്മയും എന്റെ തന്ത്രവും കാരണമാണ് ഈ അവാർഡൊക്കെ ഇവള് വാങ്ങിക്കൂട്ടുന്നത്. എന്ത് തന്നു, എന്ത് കഴിവില്ലായ്മ? നേരം കണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എന്റെ അച്ഛൻ അറിയില്ല. ഇനി നീ അത് പറയരുത്. എന്റെ സദ്യ കഴിക്കാനേ സദ്യാലയത്തിൽ പിള്ളേരുടെ തള്ള. ആ സദ്യ കഴിച്ചിട്ട് ആൾക്കാരാ ടോയ്ലറ്റ് കിടന്ന് തള്ളുന്ന അച്ഛൻ കഴിച്ചാ മാത്രം മതിയോ? അപ്പൊ നിങ്ങൾ ഓരോരോ തന്ത്രങ്ങൾ മെനഞ്ഞാണല്ലേ ഓരോരോ 10 സെക്കൻഡ് ഒപ്പിക്കുന്നത്. അയ്യോ അല്ല, കുച്ചിപ്പിടിക്ക് എനിക്കായിരുന്നു. അത് ഞാൻ ജയിക്കാൻ പോണ കുട്ടിയുടെ മൊന്തയും തളി എടുത്ത് മാറ്റി വെച്ചോണ്ട്. പക്ഷെ കോൽക്കളിക്ക് എന്റെ സ്കൂളിലായിരുന്നു ഫസ്റ്റ്. അത് ഞാൻ മറ്റേ ടീമാരുടെ കോൾ എടുത്ത് അടുപ്പിലിട്ടോണ്ട്. പക്ഷെ മിമിക്രിക്ക് എനിക്കായിരുന്നു ഫസ്റ്റ്. അത് നീ മാത്രം ഉള്ളോണ്ട്. നല്ല ട്രിക്ക്, നല്ല അച്ഛനും നല്ല
മോളും. അപ്പൊ ഓരോരോ ട്രിക്ക് മെനഞ്ഞ് അതിൽ നിന്ന് പ്രൈസ് ഉണ്ടാക്കി ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. കൊള്ളാം. എടാ ഇത് നീ ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, നീ പുറത്താരത്തും പോയി പറയലടാ മോനെ. ശുക്രോ, ഞാൻ ആരോട് പറയാൻ? ഞാൻ ദാ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളയും. അത് മതി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനാണ് ഈ കലോത്സവത്തിന്റെ കലാപ്രതിഭ. കലാപ്രതിഭയെ അത് നാട്ടുകാർ തീരുമാനിക്കും. അതെന്ത് ഞാൻ നാട്ടുകാരെങ്ങനെ തീരുമാനിക്കും? നിങ്ങളിപ്പോ ഇവിടെ കിടന്ന് കാണിച്ച എല്ലാ കോപ്രായങ്ങളും ആ ലൈവ് ക്യാമറ വഴി നാട്ടുകാരെല്ലാരും കണ്ടു. ഈ നാട്ടുകാർ തീരുമാനിക്കും ഇവർക്ക് കലാപ്രതിഭ കൊടുക്കണോ വേണ്ടേ. ഇതെന്ത് ന്യായം? ഇതാണ് വാർത്താക്കാരന്റെ ന്യായം. ക്യാമറാമാൻ കിച്ചുവിനോടൊപ്പം കോമഡി മാസ്റ്റേഴ്സ് ആര്യൻ.